ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ വിത്ത് അജ്മി. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താകുന്ന എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അല്ലേ? അതെ, ഈ ഫംഗ്ഷൻ, അതായത് ഞാൻ 7 വർഷം പഠിച്ച എൻ്റെ നവോദയ വിദ്യാലയം, അവിടുത്തെ അലൂമിനീസ്, അതായത് ഡൽഹി മലയാളി നവോദയൻസ് ഫാമിലി നടത്തുന്ന ഒരു ഓണപ്പരിപാടിയാണ് ഇത്. നവോദയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കതൊരു വികാരം തന്നെയാണ്. അവിടെ പ്രായമെന്നോ ഏത് നവോദയെന്നോ ഇല്ല. 1993 ബാച്ച് പാസ് ഔട്ട് മുതൽ 2024 ബാച്ച് പാസ് ഔട്ട് വരെയായ യുവതി യുവാക്കളാണ് ഗൈസ് ഇവിടെ ഉള്ളത്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ രാവിലെ അത്തപ്പൂക്കളം ഇടാൻ വന്നവർക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്ന നല്ല പുട്ടും ബീഫും പിന്നെ പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരുവാതിരയ്ക്കുള്ള ടീംസിന് വേണ്ടി മുല്ലപ്പൂവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുല്ലപ്പൂ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം തുടങ്ങിയാലോ? ഓക്കെ, ഒരു തിരുവാതിര തന്നെ ആയിട്ട് തുടക്കം അല്ലേ? ഈ ഓണാഘോഷ വേദിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. കഴിഞ്ഞുപോയ വർഷങ്ങളിൽ നാം ഈ ലോകത്തോടൊപ്പം അനുഭവിച്ച കോവിഡ് മഹാമാരി പോലെയുള്ള ഭീകരതകളിലും പ്രകൃതി ദുരന്തങ്ങളിലും നിറങ്ങലിച്ചെങ്കിലും നമ്മുടെ സ്വന്തം ദേശീയോത്സവമായ ഓണത്തിനെ നാം വരവേറ്റുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിനെ കണ്ണീരിലാഴ്ത്തിയ വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി ബാഷ്പാഞ്ജലികൾ അർപ്പിക്കട്ടെ. കോർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു മനോഹരമായ ദൃശ്യവിസ്മയത്തോടുകൂടി Sun
ഈ സദ്യക്ക് മുമ്പ് ഞാൻ എൻ്റെ സാരി മാറ്റി ചുരിദാറാക്കിയിരിക്കുകയാണ്. മണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് എല്ലാത്തിനും നല്ല രുചിയുണ്ട്. പപ്പടം നല്ല ക്രഞ്ചിയാണ്, നമ്മുടെ പഴത്തിന് നല്ല മധുരമാണ്, ഉപ്പ് നല്ല ക്വാളിറ്റിയാണ്, പിന്നെ ചോറിന് കുറച്ച് ഉപ്പാവായി. ഇത് അവിയൽ, ഇത് പച്ചടിയാണ്, ബീട്രൂട്ടാണ് കളർ, ഇത് അച്ചാർ, ഇത് മീൻകറി, ഇത് നമ്മൾ വെള്ളരിക്ക് ഇട്ട് വയ്ക്കുന്ന ഓലനാണ്, ഇത് പപ്പടം പറഞ്ഞിട്ടുണ്ട്, ഇത് പഴം, ചോറ് പരിപ്പാനിട്ട് ഞാൻ സാമ്പാർ ഇട്ടില്ല, വരുന്നേ ഉള്ളൂ. രണ്ട് പായസം പക്ഷേ സദ്യ ഗൈസ്, ഞാൻ എൻ്റെ ഇല ഇട്ടു. ഇതിൻ്റെ ഓരോന്നോരോന്നായി വരികയാണ്. ചോറ് വന്നു, പരിപ്പ് വന്നു, സാമ്പാർ വന്നു. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലയാണോ? എന്തൊക്കെ ഇഷ്ടപ്പെട്ടു? ഞാൻ ആ പായസം പഴവും പപ്പടമൊക്കെ ഇട്ടങ്ങോട്ട് പിടിക്കുകയാണ്. എല്ലാം മടക്കി. എങ്ങനെയുണ്ടായി ഫുഡ്? ഫുഡ് എങ്ങനെയുണ്ടായി? ഏത് പായസം ഇഷ്ടപ്പെട്ട്? ചേച്ചിക്ക് എന്താ ഇഷ്ടമായി? We are back at Ajmi. What did you like the most? What did you like the most? Rejection of പപ്പടം. ചേട്ടപ്പ ചോറിടണം. ഗൈസ്, അങ്ങനെ സദ്യ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതേ ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക, ഓൾ സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങിയാലോ? എത്ര പോരാ അതെ. ഹോസ്പിറ്റൽ വേഗം ഹയർ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം. ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. ഗൈസ്, അപ്പോൾ അങ്ങനെ സ്നാക്സ് ടൈമായി. സ്നാക്സിന് നല്ല മുട്ട പഫ്സും പഴംപൊരിയും ചായയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ആക്രാന്തത്തോടെ കഴിക്കുന്ന കണ്ടില്ലേ. അതായത് ലൈക്ക് ഡൽഹിയിൽ മുട്ട പഫ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന സാധനമാണ്. ഇവരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ പോലെയുള്ള സ്റ്റുഡൻസാണ്. ഞങ്ങളുടെയൊക്കെ എന്താ പറയുക, മുട്ട പഫ്സ് കണ്ടപ്പോൾ ഞങ്ങളെല്ലാം കണ്ട് മതി മറന്നു. അതാണ് ഇത്ര സന്തോഷം. 2700 കാസർഗോഡ് അവധിയുണ്ട്. 2 തരം 2800 3000
3000 സുഭിക്ഷ കയ്യിൽ പൂത്ത കാശുമായി വടകരയിൽ നിന്ന് കാസർഗോഡ് മംഗലാപുരം വഴി ഡൽഹിയിലേക്ക് വന്ന് നോയിഡയിൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ലീഗൽ അഡ്വൈസറായി പ്രവർത്തിക്കുന്ന സുഭിക്ഷ മാഡം കയ്യിൽ ജഡ്ജുണ്ട് എന്നുള്ള ഒറ്റ ധൈര്യത്തിൽ ചണ്ഡീഗഡിലെ രോമാഞ്ചമായ മുരുകൻ 3600 സുഭിക്ഷ മേഡം 3700 വളരെ വാർഷിക നിലയിലും ഉറപ്പിച്ച മിസ്റ്റർ മുരുകൻ നമ്മുടെ രോമാഞ്ചവും എല്ലാവരുമായ ഇന്നത്തെ രാത്രി ഫ്ലൈറ്റിൽ വന്ന് ഈ ലേലം പിടിക്കാൻ വേണ്ടി മാത്രം ഫ്ലൈറ്റ് പിടിച്ചു വന്ന മുരുകന് ഈ ലീഗ് സമ്മാനം. സാധനം ഇതിൽ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഈ സാധനം നോക്കി കാണിക്കണം, അതിനടുത്ത് കാണിക്കുന്നു, കുറച്ച് കാണിക്കണം. ചുവന്ന മുന്തിരിയിൽ എടുത്ത ലീഗ് ഗ്രോവർ വൈൻ, മാർക്കറ്റിൽ 3000 രൂപ വില പറയുന്ന ഗ്രോവർ വൈൻ. പല ബാച്ചിലർ കുട്ടികൾക്കും നഷ്ടബോധം. അങ്ങനെ നമ്മുടെ ഓണപ്പരിപാടിയൊക്കെ തീർന്നിരിക്കുകയാണ് ഫൈനലി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.